ജൂലൈ അവസാനം നെതന്യാഹു US സന്ദർശിക്കവേ നടന്ന കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ട്രംപ്. നെതന്യാഹു എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. നിങ്ങൾ വിജയം നേടണമെന്നും ട്രംപ് പറഞ്ഞു. പോരാട്ടം തുടങ്ങിയത് മുതൽ കമലാ ഹാരിസ് ഇസ്രായേലിനെ പിന്നിൽ നിന്ന് വലിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇപ്പോഴും അത് തന്നെ ആവശ്യപ്പെടുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെയുണ്ടായ ആക്രമണം പോലെ മറ്റൊന്നുകൂടി അവർക്കെതിരെ സംഭവിക്കാൻ മാത്രമേ ഇത് കാരണമാവുകയുള്ളൂ. ഇസ്രായേൽ ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും താൻ നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അവർ എത്രയും വേഗം വിജയിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിന് US നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവർ ഹമാസിന്റെ ഭീകരവാദ സംഘങ്ങളും ജിഹാദികളുമാണ്. വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇത്തരക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും ട്രംപ് പറഞ്ഞു. ബൈഡൻ പല ഘട്ടങ്ങളിലായി വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ജോ ബൈഡന്റെയും കമലാ ഹാരിസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്യാന ന്യൂസ്.